ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്റ്റൽ വീട് വെച്ചിട്ട് അടിപൊളി തിയാര ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനത്തെ കോപ്പർ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗോൾഡൻ കളറോ സിൽവർ കളറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെയുള്ള ബീഡ്സാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളതാണ്. ഇതിൻ്റെ ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് റോസ് പാസ്റ്റൽ ബീഡ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവർ ഷേപ്പിലുള്ള വേറെയും ബീഡ് ഉണ്ട്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ റെയിൻബോ കളറ് ബീഡ്സും ആണ് കേട്ടോ. ഇത്രയും ആണ് നമുക്ക് തിയാര ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് കോപ്പർ വയർ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം. സ്ലൈഡൊക്കെ നമുക്ക് കുത്തിക്കൊടുക്കാൻ പാകത്തിന് ചുറ്റിക്കൊടുക്കണം. ലാസ്റ്റ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അതിനുശേഷം നമുക്ക് രണ്ട് ഇങ്ങനത്തെ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം. കുറേ പേര് വിചാരിച്ചിട്ടുള്ളത് കോപ്പർ വയറും ഗിയർ വയറും ഒന്നാണ് എന്നുള്ളതാണ്. ഒന്നല്ല കേട്ടോ. ഇത് കോപ്പർ വയറാണ് നമ്മൾ തിയാരയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാൻ പറ്റുക. അല്ലാത്ത ഗിയർ വയർ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ വീട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ ചുറ്റിക്കൊടുക്കുക. കുറേ പ്രാവശ്യം ചുറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 3 or 4 പ്രാവശ്യം ചുറ്റിക്കൊടുത്താൽ മതി കേട്ടോ. കുറേ പ്രാവശ്യം ചുറ്റിക്കൊടുത്താൽ ഈ കമ്പി പൊട്ടിപ്പോവും. അതുമല്ല ഒരു വൃത്തികേടായിരിക്കും കാണാൻ. അതിനുശേഷം ഇതേപോലത്തെ ഫ്ലവർ ബീഡ് എടുത്തിട്ട് രണ്ടെണ്ണം നമ്മൾ ഈ കോപ്പർ വയറിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം കേട്ടോ. പിന്നെ മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. ഇതേപോലെ ചുറ്റിക്കൊടുത്ത് നല്ല ടൈറ്റാക്കി വെക്കുക കേട്ടോ. ടൈറ്റായാൽ തന്നെ അത് ഇളകി പോവുമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മളിങ്ങനെ ചുറ്റിക്കൊടുക്കുക കേട്ടോ. പിന്നെ 2 സൈഡിലായിട്ട് നമ്മൾ ഫ്ലവർ ബീഡും ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. റെയിൻബോ കളറ് ബീഡും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. 2 സൈഡിലും കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാവും കേട്ടോ കാണാൻ. നല്ല ഷേപ്പിൽ ഒന്ന് ടൈറ്റിൽ നമ്മളത് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിന് ശേഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടർഫ്ലൈ ബീഡാണ്. ബട്ടർഫ്ലൈ ബീഡ് കോർക്കുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നോക്കണം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ കോപ്പർ വയറിലേക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈ ബീഡ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ വെച്ചാൽ അത് ഇളകിപ്പോരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോപ്പർ വയർ ഈ ബട്ടർഫ്ലൈ ബീഡ് കോർത്തതിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ. എന്നിട്ട് നന്നായി വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പിന്നെ ഇളകിപ്പോരൊന്നുമില്ല. നല്ല ടൈറ്റിൽ അവിടെ കിടക്കും. ഇതേപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ 2 റെയിൻബോ ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 റോസ് ഷേപ്പിലുള്ള ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ബട്ടർഫ്ലൈ ബീഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് മുഴുവനായും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിനുശേഷം കുറച്ച് നമുക്കൊരു വിട്ടിട്ട് വേണം ബട്ടർഫ്ലൈ ബീഡും കോർത്തെടുക്കാൻ. അടുപ്പിച്ച് ചെയ്യണമെന്നില്ല, കുറച്ച് വിട്ടിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് റോസ് ബീഡ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. നമ്മൾ കോപ്പർ വയറൊക്കെ ഇങ്ങനെ തിയാര ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല ലെങ്ത്തിൽ തന്നെ എടുക്കണം കേട്ടോ. കാരണം ഈ ചുറ്റി വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തീർന്നു പോവും. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ലാസ്റ്റ് ലെങ്ത്ത് കുറയാതെ നോക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ബീഡ്, റോസ്, ബട്ടർഫ്ലൈ ബീഡ്, പിന്നെയും ബീഡ്, റോസ്, ബട്ടർഫ്ലൈ ബീഡ്, അങ്ങനെ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ.
എന്നിട്ട് നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ ഇത് ചുറ്റി കൊടുക്കണം കേട്ടോ. ഓരോ പ്രാവശ്യവും ബീഡ്സ് എടുക്കുമ്പം ഓരോ കളറ് വ്യത്യാസത്തിൽ എടുക്കുക, അപ്പം നല്ല ഭംഗി ഉണ്ടാവും. എല്ലാം ഒരേ കളർ തന്നെ എടുക്കാതെ വേറെ വേറെ കളറൊക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ബീഡ് ഇട്ടിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കൊടുത്താൽ മാത്രം മതി. കുറേ പ്രാവശ്യം ചുറ്റരുത്, അപ്പം കമ്പി എന്താവും, പൊട്ടിപ്പോവും. പതുക്കനെ ചുറ്റിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് അറിയാത്ത മേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് നമുക്ക് തിയാരയായിട്ടും വെച്ച് കൊടുക്കാം, അല്ലാതെ സാറ്റൻ ഹെയർ ബാൻഡില്ലേ അതിലും പിന്നെ മെറ്റൽ ഹെയർ ബാൻഡിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ കൈയൊന്നും വേദന ആവില്ല. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചുറ്റി കൊടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ പെട്ടെന്ന് പഠിക്കും കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുമ്പം ചെറിയൊരു വേദനയൊക്കെ ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, കുറച്ച് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ പഠിക്കും കേട്ടോ. അപ്പം നമ്മൾ തിയാര റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു തിയാരയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 4 ബട്ടർഫ്ലൈ ബീഡ്സൊക്കെ വരുന്നൊരു മോഡലിൽ. പിന്നെ ഇതാ നമ്മൾ ലാസ്റ്റായിട്ട് സ്ലൈഡ് കുത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. ആ ഭാഗത്താണ് നമ്മൾ സ്ലൈഡൊക്കെ കുത്തി കൊടുക്കേണ്ടത്. ഇതേപോലെ ചുറ്റി കൊടുക്കുക, എന്നിട്ട് ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തിയാര റെഡി ആയിട്ടുണ്ട് പാസ്റ്റൽ ബീഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്